ഓക്കെ, റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റത്തെ പോയിന്റ്, ഫസ്റ്റ് സിലബസിലെ ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റി ആണ്. സെക്കൻഡ് വൺ ഇസ് പാർട്ടിസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ്. തേർഡ് വൺ ഇസ് ഇൻക്ലൂസിവിറ്റി. ഫോർത്ത് വൺ ഇസ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച്. ഫിഫ്ത് വൺ ഇസ് കപ്പാസിറ്റി ബിൽഡിംഗ്. ആറാമത്തേത് ലോക്കൽ റിസോഴ്സസ് ആൻഡ് നോളജ്. ഓക്കെ, ഏഴാമത്തേത് കൊളാബറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ്. എട്ടാമത്തേത് ഡീസെൻട്രലൈസേഷൻ. ഒമ്പതാമത്തേത് ഗുഡ് ഗവേണൻസ്. പത്താമത്തേത് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. ഇനി ഈ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് നമ്മൾ നടത്തുന്നു. അപ്പൊ എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്? നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? റൂറൽ ഡെവലപ്മെന്റ് നടത്തണം എന്ന് പറഞ്ഞു. നമ്മൾ എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കേണ്ടത്? അപ്പൊ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഉയർത്തുക എന്നുള്ളതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഉയർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കൊടുക്കേണ്ടി വരും? ഫുഡ്. ഓക്കെ, ഫസ്റ്റ് വൺ മനുഷ്യന്റെ പട്ടിണി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ നടപ്പിലാക്കാറുണ്ട് അല്ലേ? നോട്ട്സ് കാണുന്നില്ല, നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാത്തത് കൊണ്ടാണ് നോട്ട്സ് കാണാത്തത് കേട്ടോ. ഈ നോട്ട്സ് ഒക്കെ ഓൾറെഡി തന്ന നോട്ട്സ് ആണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇംപ്രൂവ് ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ജീവിക്കാനുള്ള ഒരു സ്ഥലം വേണം. ഹൗസിങ്, ക്ലോത്ത്, എംപ്ലോയ്മെന്റ്, എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മൾ ഓരോ പ്രോഗ്രാംസ് കാണുമ്പോഴും പലതും പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. ചിലത് എന്താണ്? ഷെൽട്ടർ, ഹൗസിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചിലത് എന്താണ്? ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചിലത് റൂറൽ എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ചിലത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. പിന്നെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റൂറൽ ഏരിയയിലെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അവർ എന്ത് വർക്കാണോ ചെയ്യുന്നത്, അഗ്രികൾച്ചർ ആണെങ്കിൽ അഗ്രികൾച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ കുടിൽ വ്യവസായങ്ങൾ അതായിക്കോട്ടെ, അപ്പൊ അതൊക്കെ എന്താ ചെയ്യേണ്ടത്? ആ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ പോവർട്ടിനെ കോമ്പാക്ട് ചെയ്യുക എന്നുള്ളത് മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, പിന്നെ ആളുകളെ പ്ലാനിങ്ങിലും ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിലും ഇൻക്ലൂഡ് ചെയ്യും. ആരെങ്കിലും ഒന്ന് ആ ഡിഗ്രി ലെവൽ ലൈബ്രറിയുടെ ലിങ്ക് ഒന്ന് ഇട്ട് കൊടുക്കാമോ? നമ്മുടെ ഡിഗ്രി ലെവൽ ലൈബ്രറിയിൽ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറിൽ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ചാനൽ യെസ് ഒരാൾ ഇട്ടിട്ടുണ്ട്, അതിൽ കയറി നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അതിൽ റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ള ഫോൾഡറിലുണ്ട്. പിന്നെ ഈ ക്ലാസ് ഒക്കെ ഓൾറെഡി എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇത് ജസ്റ്റ് റിവിഷൻ ക്ലാസ് മാത്രമാണ് കേട്ടോ. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. ഞാൻ എല്ലാ പോയിന്റും ഒന്നും പറഞ്ഞു പോകത്തില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം എടുത്തതാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ആളുകളെ ഈ പ്ലാനിങ്ങിലും അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ പ്രോഗ്രാംസിലും ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ഒബ്ജക്റ്റീവ് ആണ്. കാരണം എന്താ? ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ജനങ്ങളിൽ നിന്നാണ് അധികാരം ഡിറൈവ് ചെയ്തു വരുന്നത് അല്ലെ? നമ്മുടെ ആമുഖത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ആളുകളെ ഇത്തരം പ്രോഗ്രാംസിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ തന്നെ ഒരു വികസനത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ അതും ഒരു തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ആണ്. പിന്നെന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ഉറപ്പാക്കുക, ഈക്വാലിറ്റി ഉറപ്പാക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനുള്ള ഒരു മാധ്യമമായിട്ട് റൂറൽ ഡെവലപ്മെന്റിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിനെ പറ്റി നമുക്ക് നോക്കാം. റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിലേക്ക് വരുന്നേക്കാൾ മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. അതായത് നമുക്ക് ഇൻഡിപെൻഡൻസിന് മുമ്പ് ബ്രിട്ടീഷുകാര് വലിയ കാര്യമായിട്ട് റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ സാഹചര്യങ്ങൾ അവരെ നിർബന്ധിച്ചിട്ടുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്കറിയാം, കൃഷിയുടെ കാര്യത്തില് ബ്രിട്ടീഷുകാര് കൊമേഴ്ഷ്യലൈസേഷൻ നടപ്പിലാക്കി. നടപ്പിലാക്കിയപ്പോ ഫുഡ് ഗ്രെയിൻസിന്റെ ഫാമിൻ തന്നെയാണ് കാരണം. അനുപമ പറഞ്ഞത് കറക്റ്റ് ആണ്. ഫുഡ് ഗ്രെയിൻസിന്റെ ഉൽപാദനം വളരെ കുറഞ്ഞു. ഫുഡ് ഗ്രെയിൻസിന്റെ ഉൽപാദനം കുറഞ്ഞപ്പോ എന്തുണ്ടായി? ക്ഷാമം വന്നു. ഓക്കെ, അങ്ങനെ ക്ഷാമം വന്നത് കാരണം ഒന്നിലധികം ഫാമിൻ കമ്മീഷനുകളെ നിയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതില് ആദ്യത്തെ ഒരു ക്ഷാമ കമ്മീഷനാണ് ക്യാമ്പൽ കമ്മീഷൻ. 1866
ക്യാമ്പൽ കമ്മീഷൻ വരുന്നു. അപ്പൊ ഒരു സിവിയർ ഫാമിൻ ഉണ്ടായിരുന്നു. അതായത് ഒഡീഷ മാത്രം 10 ലക്ഷത്തോളം ആൾക്കാരൊക്കെ മരിച്ചിട്ടുള്ള ഒരു വലിയ ഫാമിൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമ്പൽ കമ്മീഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ക്യാമ്പൽ കമ്മീഷനെ നിയമിച്ചത് ജോൺ ലോറൻസ് വൈസ്രോയി ആയിരുന്ന സമയത്തായിരുന്നു കേട്ടോ. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റൊരു ഫാമിൻ വരുന്നു. അപ്പോ വരുന്ന അത് ഒരു ഗ്രേറ്റ് ഫാമിൻ ആണ്. മദ്രാസ്, ബോംബെ, ഉത്തർപ്രദേശ്, പഞ്ചാബിനൊക്കെ അഫക്ട് ചെയ്തിട്ടുള്ള ഒരു ഫാമിൻ ആണ്. 5 മില്യണോളം ആൾക്കാർ മരിച്ചിട്ടുള്ളതാണ്. ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് സ്ട്രാച്ചി കമ്മീഷൻ വരുന്നുണ്ട് 1880. റിച്ചാർഡ് സ്ട്രാച്ചി ആണ് അപ്പോഴത്തെ ആ ഒരു കമ്മീഷനെ ചെയർ ചെയ്തിരുന്നത്, റിച്ചാർഡ് സ്ട്രാച്ചി. ഓക്കെ, ഇദ്ദേഹത്തിന് നിയോഗിക്കുന്നത് ആരാണ്? ലിട്ടൺ ആണ് കേട്ടോ. വൈസ്രോയി ആയിരുന്നത് ലിട്ടൺ ആണ്. അപ്പൊ ഈ സ്ട്രാച്ചി കമ്മീഷൻ ഇവർക്ക് കുറെ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് വേജസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ദുരിതാശ്വാസം കൊടുക്കണം, പിന്നെ ലാൻഡ് റവന്യൂലും പിന്നെ റെന്റിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് കുറവ് വരുത്തണം. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഫാമിൻ ഫണ്ട് ഉണ്ടാക്കി വെക്കണം, ഭാവിയിലും ഫാമിൻസ് ഉണ്ടാവും, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഫാമിൻ ഫണ്ട് ഉണ്ടാക്കണം എന്നെല്ലാം പറയുന്നു. ഓക്കെ, പിന്നെ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതുണ്ടായിട്ടുള്ളത് ലോർഡ് കഴ്സന്റെ കാലത്താണ്. ഓക്കെ, അപ്പോ മെക്ഡൊണാൾഡ് കമ്മീഷൻ വരികയാണ്. മെക്ഡൊണാൾഡ് കമ്മീഷൻ വരുന്നത് 1900 കേട്ടോ. 1900 അപ്പൊ അദ്ദേഹം വന്നിട്ട് കുറെ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഫാമിൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ട്രാൻസ്പോർട്ട് ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിലൂടെ എന്ത് സംഭവിക്കും? ഇവരുടെ മാർക്കറ്റിംഗ് കുറച്ചും കൂടി എളുപ്പമാവും. പിന്നെ അതുപോലെ തന്നെ ഇറിഗേഷൻ കുറച്ചും കൂടി നന്നാക്കണം, അഗ്രികൾച്ചറൽ ബാങ്കുകൾ കൊണ്ടുവരണം, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ മെത്തേഡ്സ് കൊണ്ടുവരണം എന്നെല്ലാം തന്നെ ഈ ഒരു കമ്മീഷൻ പറയുകയാണ്. പിന്നെ നമുക്ക് ഈ ഒരു ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ള വേറൊരു നല്ല കാര്യം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ സ്ഥാപിക്കുന്നതാണ്. ഡിപ്പാർട്ട്മെന്റ്, ഇതിന്റെ ഒന്നും വർഷവും കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കേട്ടോ, ബിക്കോസ് ഇത് സിലബസിൽ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമൊന്നും അല്ല. നമുക്ക് ജസ്റ്റ് ആ ഒരു കോണ്ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഓക്കെ, 1871 ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ PSC എക്സാമുകൾക്ക് ഒരുങ്ങുമ്പോൾ പോലും പഠിക്കുന്ന ഒരു സംഭവം ഉണ്ട്. എന്താണ്? പുസയില് ഒരു അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നുണ്ട്, ബീഹാറിലെ പുസയിൽ 1905. ഓക്കെ, പിന്നെ ഇത്രയൊക്കെയാണ് ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ വേറൊന്നും എടുത്തു പറയാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് 1926 റോയൽ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ നിയമിക്കുന്നുണ്ട്. ഓക്കെ, റോയൽ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ, അത് അഗ്രികൾച്ചർ എങ്ങനെയാണ് റൂറൽ എക്കണോമിനെ അഫക്ട് ചെയ്യണത്, എങ്ങനെയൊക്കെ ഉയർത്തി കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ സിലബസിൽ വളരെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലും റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള എക്സ്പെരിമെന്റ്സിനെ പറ്റിയിട്ട്. നമുക്കിപ്പോ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ എങ്ങനെയാണ്? നമുക്ക് ഒരു ഗവൺമെന്റ് ഉണ്ട് അല്ലെ? അപ്പൊ ഗവൺമെന്റ് ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർക്കത് വലിയ ഏരിയയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ അങ്ങനെ ആയിരിക്കുമോ? അല്ലല്ലോ. ഇപ്പൊ ഞാൻ ഒരു പരിപാടി നടത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടി വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ഇപ്പുറത്തെ ഒരു 2-3 വീടുകളിൽ നടത്താൻ പറ്റുമായിരിക്കും. അത് തന്നെ എന്തെങ്കിലും ഒരു വലിയ കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ പഞ്ചായത്തിൽ പോയിട്ട് അനുവാദമൊക്കെ വാങ്ങിച്ച് ചെയ്യേണ്ടി വരും അല്ലെ? പക്ഷെ ഗവൺമെന്റ് ചെയ്യുമ്പോൾ വൈഡ് ആയിട്ടുള്ള ഏരിയയിൽ ചെയ്യാം, കാരണം ഗവൺമെന്റിന് അങ്ങനെ ഒരു മെഷീനറി ഉണ്ട്, മെക്കാനിസം ഉണ്ട്. പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഒന്നാമത്തെ കാര്യത്തിന് ഇന്ത്യ എന്ന് പറഞ്ഞ സങ്കല്പം തന്നെ വലിയ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ പല നാട്ടുരാജ്യങ്ങളായിട്ട് വികസിച്ചൊക്കെ കിടക്കുമായിരുന്നു. അപ്പൊ കുറച്ചു പേരൊക്കെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിന്റെ പേരിൽ കുറച്ച് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് ഡാനിയൽ ഹാമിൽട്ടൺ എന്നാണ്. ഡാനിയൽ ഹാമിൽട്ടന്റെ മോഡൽ വില്ലേജസ് സുന്ദർബൻസിൽ വരുന്നു. സുന്ദർബൻസിൽ മോഡൽ വില്ലേജസ് സ്ഥാപിക്കുകയാണ് ഡാനിയൽ ഹാമിൽട്ടൺ ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ വർഷം ഓർമ്മയുണ്ടോ നിങ്ങക്ക്? വർഷം ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യങ്ങളിൽ പഠിച്ച സംഭവമാണ്. യെസ്, 1903 ഡാനിയൽ ഹാമിൽട്ടൺ ഈ ഒരു സംഭവം കൊണ്ടുവരണം, മോഡൽ വില്ലേജസ് കൊണ്ടുവരണം. അപ്പോ ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ, പുള്ളി ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് എന്താണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അവര് തന്നെ
കാര്യങ്ങൾ ചെയ്യുന്ന കോർപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് പുള്ളി എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ പുള്ളി എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കോർപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഉണ്ടാക്കുകയാണ്. കോർപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊസൈറ്റി. ഗോസാബയിലാണ് അത്. ഒരു 15 ആളുകളെ വെച്ചിട്ടാണ് സംഭവം തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗ്രാമസഭ പോലെ അല്ലല്ലല്ല, ഗ്രാമസഭ പോലെയല്ല, സഹകരണ ബാങ്ക് പോലെ, അല്ലെങ്കിൽ കുടുംബശ്രീക്കൊക്കെ അവരിങ്ങനെ കാശ് എല്ലാവരും പിരിച്ചു വെച്ച് അത്യാവശ്യം ലോൺ കൊടുക്കുന്ന പരിപാടിയില്ലേ, ഗ്രാമസഭ പോലെയല്ല കേട്ടോ, സഹകരണ ബാങ്ക് പോലെയാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. കോപ്പറേറ്റീവ് ബാങ്ക് പോലെ. ഓക്കെ, അപ്പോ ഇതിന് വേണ്ട ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് വേണ്ടേ? അതിനു വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് 500 രൂപ കൊടുത്തിട്ടാണ് പുള്ളി ഒരു 15 പേര് വെച്ച് കോർപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ 1918 ആയപ്പോ പുള്ളി കൺസ്യൂമേഴ്സ് കോർപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുന്നു. ഈ കൺസ്യൂമേഴ്സ് കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒരുമിച്ച് സാധനം വാങ്ങിച്ച് ശേഖരിക്കും, എന്നിട്ട് കൺസ്യൂമേഴ്സിന് അവിടെ പോയിട്ട് വാങ്ങിക്കാം. അപ്പൊ കുറച്ച് വില കുറച്ചൊക്കെ കിട്ടും. ഓക്കെ, അങ്ങനെ കൺസ്യൂമേഴ്സ് കോർപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുന്നു. പിന്നെ എന്താണ്? പിന്നെ അങ്ങനെ എന്താണ് പാഡി അല്ലെങ്കിൽ പാഡി ഫാർമേഴ്സ് സൊസൈറ്റി തുടങ്ങുന്നുണ്ട്. അത് 1923. പിന്നെ ഒരു ഫാം തുടങ്ങുന്നുണ്ട്, പാഡി, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ കോർപ്പറേറ്റീവ് കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള കോർപ്പറേറ്റീവ് സൊസൈറ്റികളും കാര്യങ്ങളെല്ലാം പുള്ളി സ്ഥാപിക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ പുള്ളി 1927 ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല കാര്യം തന്നെയാണ് കേട്ടോ. ഒരു കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഉദ്ദേശിച്ചാണ്, ജെമിനി റൈസ് മില്ല് സ്ഥാപിക്കുകയാണ്. അതായത് അപ്പോ സുന്ദർബൻസ് ഏരിയയിൽ ഇവര് എക്സസ് ആയിട്ടുണ്ടാവുന്ന അരിയൊക്കെ എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പൊ പുള്ളി എന്താണെന്ന് വെച്ചാൽ റൈസ് മില്ല് സ്ഥാപിക്കുകയാണ്. ഓക്കെ, അപ്പൊ ജെമിനി റൈസ് മില്ല് സ്ഥാപിച്ചത് ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരില്ല, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടേ വരുള്ളൂ. അത് നമ്മുടെ ഡാനിയൽ ഹാമിൽട്ടൺ ആണ്. പിന്നെ പുള്ളി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരുന്നുണ്ട് 1934 റൂറൽ റീകൺസ്ട്രക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഓർത്ത് വെക്കണം, റൂറൽ റീകൺസ്ട്രക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് 1930 നമ്മുടെ ഡാനിയൽ ഹാമിൽട്ടൺ കൊണ്ടുവരാണ്. ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ വില്ലേജസ് ഒക്കെ വളരെ അടിപൊളിയായിട്ട് പോവാണ്. ഈവൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി അവിടെ 1 രൂപ നോട്ടുകൾ അച്ചടിച്ച് ഇറക്കാൻ വരെ തുടങ്ങി. ഓക്കെ, അത്രയും സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് മാറുകയാണ്, സ്വന്തം കറൻസി ഉള്ള സ്ഥലങ്ങളായിട്ട് വരെ മാറുകയാണ്. ഓക്കെ, അങ്ങനെ ഈ റൂറൽ റീകൺസ്ട്രക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൂറൽ റീകൺസ്ട്രക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പലതരത്തിലുള്ള ട്രെയിനിങ്ങും പിന്നെ ഇങ്ങനെ ഈ കോട്ടേജ് ഇൻഡസ്ട്രി അങ്ങനത്തെ കാര്യം, പിന്നെ അതുപോലെ ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങൾക്കൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന പോലത്തെ സംഭവമാണ്. ഓക്കെ, അപ്പൊ ഡാനിയൽ ഹാമിൽട്ടൺ കൊണ്ടുവന്നിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്? കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി കൊണ്ടുവന്നു, ജെമിനി റൈസ് മില്ല് കൊണ്ടുവന്നു, കോർപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഗോസാബയിലാണ് അത് കൊണ്ടുവന്നു, കോപ്പറേറ്റീവ് പാഡി സെയിൽസ് സൊസൈറ്റി കൊണ്ടുവന്നു, റൂറൽ റീകൺസ്ട്രക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ഇനി കേളപ്പൻ തവനൂർ പോലെ എനിക്ക് തവനൂരിലെ കേളപ്പൻ എന്താ ചെയ്തെന്നുള്ളതിനെ പറ്റി എനിക്ക് അറിയില്ല കേട്ടോ ആത്മജെ. ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു വോയിസ് ഇടണേ, എന്താ സംഭവം എന്ന്. തവനൂരുള്ള മറ്റേ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അല്ലേ? ഓക്കെ 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 ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിച്ചു അവിടെ എന്തെങ്കിലും ഒരു മോഡൽ കൊണ്ടുവന്നു. ഫൈൻ. ദെൻ അടുത്തതായിട്ട് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കിടിലൻ ആളുകളിൽ ഒരാളായിട്ടുള്ള കിടിലൻ ആളാണ് നമ്മുടെ ടാഗോർ. ടാഗോറിന്റെ ഒരു എക്സ്പെരിമെന്റ്, അതിന്റെ പേര് നിങ്ങൾക്ക് അറിയാം. എന്താണ് എക്സ്പെരിമെന്റിന്റെ പേര്? ടാഗോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലാൻഡ് ഓണിങ് അതെ, ശ്രീനികേതൻ എക്സ്പെരിമെന്റ്. ടാഗോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ഓണിങ് ക്ലാസ്സിൽ പെട്ട ഒരാളാണ്, ജമീന്ദാർ ക്ലാസ്സിൽ പെട്ട ഒരാളാണ്. അപ്പൊ ഇദ്ദേഹത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ലാൻഡ് ഉണ്ടായിരുന്നു. അപ്പോ അതില് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മോൻ, അതുപോലെ സുഹൃത്തുക്കളുടെ മക്കള്, അവരെയൊക്കെ അമേരിക്കയിലൊക്കെ പറഞ്ഞുവിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ കഥയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം 1908 കാളിഗ്രാം പർഗാന എന്ന് പറഞ്ഞ സ്ഥലത്ത് പുള്ളി ഒരു യൂത്ത് വില്ലേജ് തുടങ്ങാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് ആ കുട്ടികൾ ഒരു സ്കൗട്ട് ഒക്കെ പോലെ. ഓക്കെ, പിന്നെ 1921 റൂറൽ റീകൺസ്ട്രക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ടാഗോറും തുടങ്ങുന്നുണ്ട്. ഇത് നിങ്ങൾ മറ്റേ പുള്ളിയായിട്ട് കൺഫ്യൂസ് ചെയ്യിക്കരുത്. റൂറൽ റീകൺസ്ട്രക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ശ്രീനികേതൻ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 8 വില്ലേജ് എടുക്കുകയാണ്. ഓക്കെ, സുറുള്ളാണ് കേട്ടോ സ്ഥലം, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു.
8 വില്ലേജ് എടുക്കുകയാണ്. അതൊരു സെന്റർ ഓഫ് ദ പ്രോഗ്രാം പോലെ. അപ്പൊ അവിടെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ പരിപാടികളുണ്ട്. അതായത് കോർപ്പറേറ്റീവ് ഇൻഡസ്ട്രീസ് ഉണ്ട്, പിന്നെ എഡ്യൂക്കേഷൻ നടപ്പിലാക്കും. ഓക്കെ, പിന്നെ ആ പ്രോഗ്രാമിന്റെ ആ 8 വില്ലേജ് ആണ് അതിന്റെ ഒരു സെന്റർ എന്ന് പറയുന്നത്. കുറെ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്, പിന്നെ പുള്ളി ഭയങ്കരമായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അപ്പൊ പുള്ളിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഹെൽപ്പ്, സ്വയം സഹായിക്കുക, സ്വയം പര്യാപ്തമാവുക, ആ സെൽഫ് ഹെൽപ്പിനുള്ള സ്പിരിറ്റിനെ വർദ്ധിപ്പിക്കുക, വില്ലേജ് ലീഡർഷിപ്പിനെ ഡെവലപ്പ് ചെയ്യുക, പിന്നെ ഓർഗനൈസിങ് വില്ലേജ് സ്കൗട്ട്സ് കോൾഡ് ബാർത്തെ ബാലിക, അങ്ങനെ ഒരു വില്ലേജ് സ്കൗട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അവിടെ അവർ ചുമ്മാ മാർച്ച് ചെയ്യാനത്തെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ശരിക്കും സ്കൗട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു അർത്ഥം, അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലതരത്തിലുള്ള പ്രോഗ്രാംസിലേക്ക് ആളുകളെ സഹായിക്കുക എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, എസ്റ്റാബ്ലിഷിംഗ് ട്രെയിനിങ് സെന്റേഴ്സ് ഫോർ ഹാൻഡിക്രാഫ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻ സെന്റർ. ഓക്കെ, അപ്പൊ ഈ ടാഗോറിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ആർട്ടിനും പിന്നെ അതുപോലെ തന്നെ ഫെസ്റ്റിവലിനും എല്ലാത്തിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ എന്താ പറയാ, ഈ റൂറൽ റീകൺസ്ട്രക്ഷന്റെ ബാക്കി പ്രോഗ്രാംസിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കുറെ എക്കണോമിക് ആയിട്ടുള്ള പരിപാടികൾ മാത്രം കാണുള്ളൂ. ടാഗോർ എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ നോബൽ പ്രൈസിന് കിട്ടിയ മണി മുഴുവൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ നിലനിന്ന് ഇങ്ങനെ മൺമറഞ്ഞു പോയിട്ടുള്ള കുറെ ഫെസ്റ്റിവൽസ് അവരെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ആർട്ടിനൊക്കെ നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഹാൻഡിക്രാഫ്റ്റുകളൊക്കെ പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഈ എന്താണ് ഒരു 15 പോയിന്റ് വില്ലേജ് റീകൺസ്ട്രക്ഷൻ ഒരു 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 പേപ്പർ ഒക്കെ പുള്ളി ഇറക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ കൊണ്ടുപോയിട്ടൊക്കെ അവതരിപ്പിക്കുന്നൊക്കെ ഉണ്ട്, അവരുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് മുമ്പിൽ. പക്ഷെ അവരൊക്കെ അത് തള്ളിക്കളയാണ്. പക്ഷെ എന്നാൽ പോലും പുള്ളി തകരുന്നില്ല. പുള്ളി അത് മാക്സിമം നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചങ്ങ് ഇറങ്ങിയേക്കാണ്. അപ്പം ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പലതരത്തിലുള്ള ലേണിംഗ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കുമ്പോഴും സ്ത്രീകളെ ഒന്നും പുറത്തേക്ക് വിടില്ല. അപ്പൊ പുള്ളി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചലന്തിക ഗ്രന്ഥകാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ലൈബ്രറി ഒക്കെ സ്ഥാപിക്കുന്നുണ്ട്. ഓരോ വീടുകളിൽ കൊണ്ടുപോയി പുസ്തകം കൊടുക്കുക. ഒരു 200 പുസ്തകമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇദ്ദേഹത്തിന്റെ ഈ ശ്രീനികേതനിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ്, അതായത് ഇപ്പം ഇൻഡസ്ട്രീസിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ്, അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് സെക്ഷൻ, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകൾ സ്ഥാപിച്ച് ആ ഡിപ്പാർട്ട്മെന്റുകൾ വഴി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പഠിപ്പിക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ് ആൺകുട്ടികൾക്ക് വേണ്ടി സ്കൂള്, പിന്നെ അതുപോലെ തന്നെ വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. കമ്മ്യൂണൽ ഹാർമണിക്ക് വേണ്ടി കുറെ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഓൾഡ് ഫെസ്റ്റിവൽസ് ഒക്കെ കുറെ എടുത്തു വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ പുള്ളി ഒരു പുതിയ ഫെസ്റ്റിവൽ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃക്ഷരൂപൻ എന്ന് പറയും, അതായത് ട്രീ പ്ലാന്റിംഗ് ഫെസ്റ്റിവൽ. പിന്നെ അതുപോലെ തന്നെ നവന്ന എന്ന് പറഞ്ഞിട്ട് റൈസ് ഫെസ്റ്റിവൽ, അങ്ങനത്തെ കുറേ ഭയങ്കര നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ആ ഒരു കാലഘട്ടത്തിലാണല്ലോ ഇതൊക്കെ നടപ്പിലാക്കിയതെന്ന്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ ഇതൊക്കെ വായിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് എന്താ പറയാ, പുറത്തുനിന്നുള്ള ആളുകളുടെ മാക്സിമം ഈ അമേരിക്ക പോലത്തെ കൺട്രീസിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് മാക്സിമം നന്നായിട്ട് പരിപാടി നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് ഡോക്ടർ ഹാരി ടിംബേഴ്സ് എന്ന് പറയുന്നത്. പുള്ളി ഒരു എന്താ പറയാ, ഹെൽത്ത് ആൻഡ് അഗ്രികൾച്ചർ റീഫോംസിനൊക്കെ നമ്മുടെ ടാഗോറിനെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിസ്സിസ് വില്യാർഡ് സ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി ഇദ്ദേഹത്തിനെ ഫണ്ടിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി സംഭവമായിരുന്നു നമ്മുടെ ശ്രീനികേതൻ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ടാഗോറിന്റെ കാലം കഴിയുന്നതോടുകൂടി ഇതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ ഉണ്ടായിരുന്ന സമയത്ത് അതൊരു വലിയ വിപ്ലവം തന്നെ ആയിരുന്നു. ഓക്കെ, ഇനി നമ്മുടെ ശ്രീനികേതൻ എക്സ്പെരിമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി ആരാണ്? നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് എന്നല്ല, മീൻസ് അതിനുശേഷമൊക്കെ വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഗാന്ധി. ഓക്കെ, അപ്പൊ ഗാന്ധിയുടെ കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അദ്ദേഹത്തിന്റെ കുറെ തരത്തിലുള്ള ഒരു ഔട്ട്ലുക്ക് ഉണ്ടല്ലോ. അതായത് ഗ്രാമങ്ങളിലാണ് നമ്മുടെ
ഇന്ത്യ വസിക്കുന്നത്, ഇന്ത്യയുടെ ആത്മാവ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഗ്രാം സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗ്രാമങ്ങളും മാക്സിമം സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗ്രാമങ്ങളും സെൽഫ് റൂൾ ചെയ്യുന്നു, സെൽഫ് റീസ്ട്രെയിൻ ചെയ്യുന്നു. അപ്പൊ അവർക്ക് അവരുടെ സ്വന്തമായിട്ട് ഉൽപാദനം നടത്താം, അവർ തന്നെ ഭരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗ്രാമങ്ങളിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ കുറെ തരത്തിലുള്ള കുറ്റവാളികൾ ഉണ്ടാവും. അപ്പൊ കുറ്റവാളികളെ ഹാർഷായിട്ട് പണിഷ് ചെയ്യല്ല, റീഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു ഗാന്ധിയുടെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഓരോന്നും നോൺ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിരിക്കണം, നോൺ വയലന്റ് ആയിരിക്കണം, നോൺ കോമ്പറ്റേറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഗ്രാം സ്വരാജിനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഔട്ട്ലുക്ക് ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മാസികയായിട്ടുള്ള എന്തിനാണ്, ഹരിജനിലാണ്. ഓക്കെ, അപ്പോ പുള്ളിയുടെ ഈ ഗ്രാം സ്വരാജ് എന്ന് പറഞ്ഞ ഐഡിയയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡെമോക്രസി റൂട്ടഡ് ഇൻ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നതാണ്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ ഉണ്ട്. ഒന്നാണ് ട്രസ്റ്റിഷിപ്പ്. ട്രസ്റ്റിഷിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ വില്ലേജസിലൊക്കെ ഭയങ്കരമായിട്ട് ലാൻഡ് ഓൺ ചെയ്യുന്ന വലിയ ജമീന്ദാർ ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യണം, അവര് ജസ്റ്റ് കമ്മ്യൂണിറ്റി ഫണ്ടിന്റെ ഒരു എന്താ പറയാ, ഒരു സൂക്ഷിപ്പുകാരാണെന്ന് മാത്രം വിചാരിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഒരു സൂക്ഷിപ്പുകാരാണെന്ന് വിചാരിക്കാൻ മാത്രം പാടുള്ളൂ, അല്ലാതെ അവരുടെ സ്വന്തമാണെന്ന് വിചാരിക്കരുത്. ആവശ്യം വരുമ്പോൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇവർ ഈ കാശൊക്കെ ഉപയോഗിക്കണം. അതാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആശയം. പിന്നെ സ്വദേശി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മൾ ലോക്കൽ സഫിഷ്യൻസി നേടുകയാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള ക്ലോത്തും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കണം, അല്ലാതെ ഫോറിൻ പ്രൊഡക്ട്സ് ഒക്കെ മാക്സിമം ബോയ്ക്കോട്ട് ചെയ്യണം. അപ്പൊ എടുത്തു പറയുന്നുണ്ട്, ഫോറിൻ പ്രൊഡക്ട്സിനോടോ ഫോറിനേഴ്സിനോടോ നമ്മൾ ഒരിക്കലും ദേഷ്യം വിചാരിക്കാൻ പാടില്ല, പക്ഷെ നമ്മൾ നമ്മുടെ പ്രൊഡക്ട്സ് തന്നെ ഉപയോഗിക്കുക. അടുത്ത് ബ്രെഡ് ലേബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയമാണ്. ബ്രെഡ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അധ്വാനിക്കുന്നത് അവർക്ക് മാത്രം ഭക്ഷണം കഴിക്കാനുള്ള അർഹതയുള്ളൂ എന്നാണ് ഗാന്ധി പറയുന്നത്. അതായത് മാനുവൽ ലേബർ എന്ന് എടുത്തു പറയുന്നുണ്ട് ഗാന്ധി. എല്ലായ്പ്പോഴും മാനുവൽ ലേബറിന്റെ ഒരു മഹത്വത്തിനെ പറ്റി പറയുന്ന ആളാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും തന്നെ, ഈവൻ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, പഞ്ചായത്ത് സെക്രട്ടറി ആയിക്കോട്ടെ, ആരാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അധ്വാനിച്ച് ശാരീരികമായ അധ്വാനങ്ങൾ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ സെൽഫ് സഫിഷ്യൻസി. ഓരോ ഗ്രാമവും അവർക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും എല്ലാം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിൽ ആയിരിക്കണം. ദെൻ ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലതവണ നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്താണ്, ഏറ്റവും താഴെത്തട്ടിലോട്ട്, ഏറ്റവും ലോക്കൽ ലെവലിലോട്ട് പവർ ഇറങ്ങി വരുന്നു. ഓക്കെ, ദെൻ കോർപ്പറേഷൻ. ഓരോരുത്തരും പരസ്പരം സഹകരിച്ച് വേണം നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇക്വിറ്റി. ഓരോ സമൂഹത്തിന്റെ ഓരോ വിഭാഗങ്ങളിലേക്കും ഇക്വിറ്റി എത്തിച്ചേരണം. ഓക്കെ, അപ്പൊ സ്വദേശി എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് നമുക്ക് നല്ലോണം അറിയാം അല്ലെ. അതായത് ആളുകളുടെ ഒരു വില്ലിങ്നെസ് ഉണ്ടാക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് അത് ഒരുപക്ഷെ ഫോറിൻ പ്രൊഡക്റ്റ് കുറച്ചും കൂടി ചീപ്പർ ആയിരിക്കും. എന്നിരുന്നാൽ പോലും നമ്മളുടെ നാട്ടിലുണ്ടാക്കുന്ന പ്രൊഡക്ട്സ് തന്നെ ഉപയോഗിക്കാനുള്ള ഒരു വില്ലിങ്നെസ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഗാന്ധി ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ ഈ ഓരോ ഗ്രാമങ്ങളും സെൽഫ് സഫിഷ്യന്റ് ആണെന്ന് പറയുമ്പോഴും ഏതെങ്കിലും തരത്തില് നമുക്ക് മറ്റ് വില്ലേജുകൾ മറ്റെന്തെങ്കിലും ആശ്രയിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നിയർ ബൈ വില്ലേജസിനെ ആശ്രയിക്കുക, ഫോറിൻ എയ്ഡിനെ ആശ്രയിക്കരുത്. അതുപോലെ തന്നെ ഗാന്ധിയെ ഈ ആശയത്തിന്റെ സെന്റർ ആയിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതായത് നമുക്കറിയാം ഗാന്ധിയുടെ ആശയങ്ങളുടെ മുഴുവൻ ഒരു സിമ്പിൾ ആയിട്ട് തന്നെ ചർക്കേനെ കാണിക്കുന്നുണ്ട്. അതായത് സ്വന്തമായി തുന്നിയ വസ്ത്രം ധരിക്കുക എന്നുള്ള ആശയം. ഓക്കെ, പിന്നെ ട്രസ്റ്റിഷിപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞു. എന്താണ് ഈ പ്രോപ്പർട്ടി ഓണേഴ്സ് എന്ത് ചെയ്യണം, കമ്മ്യൂണിറ്റി അസറ്റിന്റെ സൂക്ഷിപ്പുകാർ മാത്രമാണ് അവര് സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും ആയിരിക്കണം അതൊക്കെ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നു. പിന്നീട് ഗാന്ധി ഒരു 18 പോയിന്റ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം വരുന്നുണ്ട്. ആ ഒരു 18 പോയിന്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. അതായത് ഇൻ കേസ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിലോ എവിടെയെങ്കിലൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുത്താൻ പറ്റണം. ഓക്കെ, അപ്പോ കമ്മ്യൂണൽ യൂണിറ്റി, റിമൂവൽ ഓഫ് അൺടച്ചബിലിറ്റി, പിന്നെ ഖാദി, വില്ലേജ് ഇൻഡസ്ട്രീസ്, വില്ലേജ് സാനിറ്റേഷൻ, ബേസിക് എഡ്യൂക്കേഷൻ, അഡൾട്ട് എഡ്യൂക്കേഷൻ,
women, education in health and hygiene, provincial language, national language, economic equity, പിന്നെ ഫാർമേഴ്സ്, ലേബർ, ആദിവാസീസ്, ലെപ്പേഴ്സ്, സ്റ്റുഡൻസ്, ഇതിന്റെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഗാന്ധി പറയുന്നുണ്ട്. അതത്ര വലിയ കാര്യമായിട്ടൊന്നും കരുതണ്ട. പിന്നെ നൈ താലീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി പുള്ളി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്താണ് അത്? അതായത് എഡ്യൂക്കേഷന്റെ ഒപ്പം തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വേണം. അതായത് ഏതെങ്കിലും ഒരു തൊഴിൽ കൂടി പഠിക്കണം എന്നുള്ള കാര്യം ഗാന്ധി മുന്നോട്ട് വെക്കുന്നു. ഓക്കെ, അത് പിന്നീട് കോൺഗ്രസ് ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് പിന്നീട് അത് വാർധാ പദ്ധതിയായിട്ടൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നോട്ടൊക്കെ വായിച്ചാൽ മതി. ഫൈൻ. ദെൻ ഗുർഗാവോൺ നമുക്ക് ഒരു 10:30 ആവുമ്പോ നിർത്താട്ടോ. കുറെ അങ്ങ് നീണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരും. ഓക്കെ, ദെൻ ഗുർഗാവോൺ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് 1920 എഫ് എൽ ബ്രയാൻ, അത് ആ പുള്ളി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്നു ഗുർഗാവോൺ ഡിസ്ട്രിക്റ്റിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിട്ട് നമ്മുടെ എഫ് എൽ ബ്രയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മാൻ വരികയാണ്. അപ്പൊ പുള്ളി കുറച്ചു കാലം ആ ഒരു കമ്മ്യൂണിറ്റിനെ പഠിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ നോക്കുമ്പോ ആളുകളില് ശുചിത്വ കുറവുണ്ട്. അതുപോലെ തന്നെ ഇവര് ഭക്ഷണം കഴിക്കാനായിട്ട് കുറെ കാലം പട്ടിണി കിടന്നാലും ഒരു കല്യാണമൊക്കെ വരുമ്പോ ഭയങ്കരമായിട്ട് കാശ് ചെലവാക്കുന്നു. അതുപോലെ തന്നെ ചൈൽഡ് മാരേജ് പോലത്തെ ആചാരങ്ങള് ധാരാളം ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഒരു പ്രോഗ്രാം കൊണ്ടുവരാണ്. അതിനെയാണ് നമ്മൾ ഗുർഗാവോൺ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പുള്ളി ഈ ഒരു ഹൈജീനിറ്റിനെ പറ്റിയിട്ട് അവയർനെസ് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നു. ഓക്കെ, പിന്നെ വില്ലേജ് ഗൈഡുകൾ എന്ന് പറഞ്ഞിട്ടുള്ള വോളണ്ടിയേഴ്സിനെ കണ്ടെത്തിയിട്ട് ഈ ഹൈജീനിറ്റി, അതുപോലെ അനാവശ്യമായിട്ടുള്ള സ്പെൻഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു. അതുപോലെ തന്നെ ഫാമിങ്ങില് സാധാരണ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന സീഡുകൾ അല്ലാതെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ഹൈ ഈൽഡ് ഉള്ള സീഡ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ സീഡ്സ് ഉപയോഗിക്കുക, പുതിയ കൾട്ടിവേഷൻ മെത്തേഡ്സ് കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ടോയ്ലറ്റ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നു. പിന്നെ ഈ എന്താ പറയാ, സോഷ്യൽ റീഫോംസ്, അതായത് ഈ ചൈൽഡ് മാരേജസ് ഉണ്ടല്ലോ, ചൈൽഡ് മാരേജസ് ഒക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. അതുപോലെ ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അൺഹെൽത്തി ആയിട്ടുള്ള കസ്റ്റംസ് തടയാൻ ശ്രമിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുവരുന്നു, ഇംപ്രൂവ്ഡ് സീറ്റ്സ് കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ സോഷ്യൽ റീഫോംസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓഫ് കോഴ്സ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇദ്ദേഹം ഈ ഇംപ്രൂവ്ഡ് സീഡ്സ് ഉപയോഗിക്കുന്നത് അവിടുത്തെ എന്താ പറയാ, നല്ല ഈൽഡ് കൊടുക്കുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റി നല്ലോണം കൂട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള ഇൻസെക്ട്സിനൊക്കെ ഉണ്ടല്ലോ, ഹാംഫുൾ ആയിട്ടുള്ള ഇൻസെക്ട്സ്, അതുപോലെ റാറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ ആളുകളെ കണ്ടക്ട് ചെയ്തുകൊണ്ട് പുള്ളി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി അവിടെ അഗ്രികൾച്ചറൽ ഈൽഡ് നല്ലോണം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ സോഷ്യൽ റിഫോംസിന്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം വെച്ചാല് ചൈൽഡ് മാരേജ് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ വില്ലേജ് ഗൈഡ്സിനൊക്കെ വെച്ചിട്ട് ഇതിനൊക്കെതിരെ പ്രൊപ്പഗണ്ട റൺ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഗേൾസിന്റെ എഡ്യൂക്കേഷൻ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മിക്സഡ് സ്കൂൾസിൽ തന്നെ പഠിപ്പിക്കാനായിട്ട്, അതായത് ബോയ്സിനും ഗേൾസിനും സെയിം എഡ്യൂക്കേഷൻ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഈ വെയിൽ സിസ്റ്റം ഉണ്ടല്ലോ, മുടുപട ഇടുന്ന പരിപാടി, അതിനെ എതിരെ നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഈ ഒരുപാട് ഈ മാരേജസിനൊക്കെ രജിസ്റ്റേഴ്സ് കൊണ്ടുവരാണ്. അതായത് ആരെ കല്യാണം കഴിക്കുന്നു, ഉപേക്ഷിക്കുന്നു, അതിനൊന്നും ഒരു കണക്കുണ്ടായിരുന്നില്ല. അപ്പൊ അതിനൊക്കെ മാരേജ് രജിസ്റ്റേഴ്സ് കൊണ്ടുവരുന്നു. അങ്ങനത്തെ കുറെ നല്ല പരിപാടികളൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കൊണ്ടുവന്ന ആളുടെ പേരെന്താണ്? എഫ് എൽ ബ്രയാൻ എന്നാണ്, ഗുർഗാവോൺ എക്സ്പെരിമെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ മാർത്താണ്ഡം പ്രൊജക്ട് 1921 നമ്മുടെ തിരുവിതാംകൂറിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ മാർത്താണ്ഡം പ്രൊജക്ട് മാർത്താണ്ഡം പ്രൊജക്ടിന്റെ ഏറ്റവും മാർത്താണ്ഡം പ്രൊജക്ടിന്റെ ചുക്കാൻ പിടിച്ച വ്യക്തിയുടെ പേരെന്താണ്? ഡോക്ടർ സ്പെൻസർ ഹാച്ച് എന്നാണ്. ഓക്കെ, അദ്ദേഹം ഒരു അമേരിക്കൻ അഗ്രികൾച്ചർ എക്സ്പെർട്ട് ആണ്. ഈ ഒരു പ്രൊജക്ട് നടക്കുന്നത് ട്രാവൻകൂറിലെ മാർത്താണ്ഡത്താണ്. ആരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ്?
YMCA അസിസ്റ്റൻസോട് കൂടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ ഒരു ഇവര് കുറെ പരിപാടി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ പൗൾട്രി ഡെവലപ്മെന്റ്, അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്, അങ്ങനെ കുറെ പരിപാടി കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒപ്പം തന്നെ റിലീജിയനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ധാരാളം നോക്കുന്നുണ്ട്. അപ്പൊ ഈ മാർത്താണ്ഡ പ്രൊജക്ടിനെ സ്പെൻസർ ഹാച്ച് ഡിഫൈൻ ചെയ്യുന്നത് സ്പിരിച്വൽ, മെന്റൽ, ഫിസിക്കൽ, എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് എല്ലാം കവർ ചെയ്യുന്ന ഒരു കോംപ്രിഹെൻസീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണെന്നാണ്. ഓക്കെ, അപ്പൊ ഇവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. സെൽഫ് ഹെൽപ്പിന് വേണ്ടിയിട്ട്, അതായത് പ്രധാനമായിട്ടും ആളുകളെ പരിശീലിപ്പിക്കുക, ഒരു പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടി ആളുകളെ ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടി പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് പരിപാടി. സെൽഫ് ഹെൽപ്പ് വിത്ത് പേഴ്സണൽ പ്രൊഫഷണൽ കൺസൾട്ടേഷൻ, അതാണ് അതിന്റെ കോർ അപ്രോച്ച് എന്ന് പറയുന്നത്. ഒരു 100ഓളം വില്ലേജുകൾ YMCA ഇതിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അവിടെ അവർ പരിപാടികൾ നടത്തുന്നു. അപ്പൊ അവര് എന്തൊക്കെ കാര്യങ്ങൾ, ഇങ്ങനെ കുറെ ഇപ്പൊ കോട്ടേജ് ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ പലതരത്തിലുള്ള അഗ്രികൾച്ചറൽ കാര്യങ്ങളുണ്ട്, ഇപ്പൊ ആനിമൽ ഹസ്ബൻഡറി ഉണ്ട്, അതിനെല്ലാം തന്നെ ഇവര് പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി എഗ്, ഇപ്പൊ പൗൾട്രി ഏർപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എഗ് സെല്ലിംഗ് ക്ലബ്ബ്, അതുപോലെ തന്നെ ഹണി ബീസിനെ വളർത്തുന്നവർക്ക് ഹണി ക്ലബ്ബ്, ബുൾ ക്ലബ്ബ്, വീവേഴ്സ് ക്ലബ്ബ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. അങ്ങനെ ഇവര് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയുള്ള കുറേ പരിപാടി ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി സെന്റർ ഒക്കെ ഉണ്ട്, അവിടെ കൊണ്ടുവന്ന ആൾക്കാർക്ക് വാട്ടർ കൺസർവേഷൻ ഒക്കെ ഉണ്ട്, അവിടെ കൊണ്ടുവന്ന ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ഓക്കെ, അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഈ മാർത്താണ്ഡം പ്രൊജക്ടിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അവരുടെ കമ്മ്യൂണിറ്റി ഹാളൊക്കെ എപ്പോഴും അവൈലബിൾ ആണ്. ഓക്കെ, പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ചേർച്ചിന്റെ സപ്പോർട്ട് ഉണ്ടാവുമ്പോഴും ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ട്രാവൻകൂർ ഗവൺമെന്റ് ഒന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. then അടുത്തൊരു പ്രൊജക്ട് എന്ന് പറയുന്നത് ഫിർക്ക ഡെവലപ്മെന്റ് സ്കീം. ഫിർക്ക ഡെവലപ്മെന്റ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ടി പ്രകാശം, നമ്മുടെ ആന്ധ്ര കേസരി എന്നൊക്കെ പറയുന്ന ടി പ്രകാശത്തിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഈ ഇത് കുറച്ചും കൂടി ബ്യൂറോക്രസി ആയിട്ട് ലിങ്കേജ് ഉള്ള പരിപാടിയാണ് കേട്ടോ. ഈ എന്താ പറയാ, ഈ ഫിർക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ജില്ല എന്നൊക്കെ നമ്മളിപ്പോ പറയും, ഡിസ്ട്രിക്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. അപ്പം ഇത് പ്രൈമർലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കളക്ടറാണ്. ഓക്കെ, അപ്പൊ ഓരോ ഫിർക്കേനെയും എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 5 മുതൽ 10 വരെ ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. എന്നിട്ട് ഇതൊക്കെ ഓവർസി ചെയ്യുന്നത് ഗ്രാമസേവക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇവിടെ PWD എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ്, അവരുടെ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും, ഇറിഗേഷൻ ഓവർസിയേഴ്സ് ഉണ്ടാവും. അങ്ങനെ കുറച്ചും കൂടി ബ്യൂറോക്രസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്നിട്ട് ഇതിന് സ്റ്റേറ്റ് റൂറൽ വെൽഫെയർ ബോർഡ് എന്ത് ചെയ്യും, സ്റ്റേറ്റ് ലെവലിൽ ഓവർസീ ചെയ്യും. ഓക്കെ, അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഇവർ നടത്തുന്നു. ഇത് മദ്രാസിലാണ് നടക്കുന്നത്, അത് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, ബിക്കോസ് ടി പ്രകാശ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്, സാനിറ്റേഷൻ, അഗ്രികൾച്ചർ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവര് നടപ്പിലാക്കുന്നുണ്ട്. ഓക്കെ, ഇനിയുള്ള ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് എട്ടാവ പ്രൊജക്ട് ആണ്. എട്ടാവ പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി അത് ഒരു കുറച്ചൊരു ഫെയിലിയർ ആയിട്ട് കൂടി പറയാനുള്ള ഒരു പ്രോഗ്രാം ആണ്. ഓക്കെ, 1945-ലാണ്. 45-ല് മഹീവ എന്ന് പറഞ്ഞിട്ടുള്ള UP-യിലുള്ള ഒരു സ്ഥലത്താണ്. അപ്പൊ അത് ആൽബർട്ട് മേയർ എന്ന് പറഞ്ഞിട്ടുള്ള ലഫ്റ്റനന്റ് കേണലാണ് നടപ്പിലാക്കുന്നത്. ഓക്കെ, അപ്പം പുള്ളി US-കാരനാണ് കേട്ടോ. അപ്പൊ പുള്ളി പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഈ ആളുകളെ കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, പിന്നെ അതുപോലെ തന്നെ ഈ ഡാൻസേഴ്സ് അല്ലെങ്കിൽ നാടകങ്ങൾ, അങ്ങനത്തെ ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ വെച്ചിട്ട് ആളുകളെ കാര്യങ്ങൾ പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പം ഈ കൂട്ടത്തില് പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ബെറ്റർ സീഡ്സ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറിന് വേണ്ടി ബെറ്റർ ടൂൾസ്, ഫെർട്ടിലൈസേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ എങ്ങനെ ഈ സലൈൻ സോയിൽസ് ഉണ്ടല്ലോ, ഉപ്പ് കയറുന്ന മണ്ണൊക്കെ എങ്ങനെ ഉപയോഗിച്ച് അഗ്രികൾച്ചറിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് നോക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അഡൾട്ട് എഡ്യൂക്കേഷൻ നടപ്പിലാക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ പുള്ളി ഇതിനു വേണ്ടിയിട്ട്
എക്സ്റ്റൻഷൻ വർക്കേഴ്സ്, ഇപ്പൊ നമുക്കിപ്പോ വിഇഒ എന്ന് പറഞ്ഞിട്ടുള്ള VFA എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഉണ്ടല്ലോ, അതുപോലുള്ള എക്സ്റ്റൻഷൻ വർക്കേഴ്സിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അവരെ കൊളീഗ്സ് എന്നാണ് പുള്ളി വിളിച്ചിരുന്നത്. അപ്പൊ കൊളീഗ്സ് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഈ വില്ലേജിൽ പോയിട്ട് ആളുകളായിട്ട് ഇടപഴകും. ഓക്കെ, എന്നിട്ട് അവരെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ഈ കൊളീഗ്സ് എന്ന് പറഞ്ഞ ആൾക്കാര് പൊതുവെ അറ്റ്ലീസ്റ്റ് ഗ്രാജുവേറ്റ് BA പാസ്സായിട്ടുള്ള ആളുകളെയാണ് കൊളീഗ്സ് ആയിട്ട് തെരഞ്ഞെടുത്തിരുന്നത്. പക്ഷെ ഇതിന് അത്ര വലിയൊരു ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഹിസ്റ്റോറിക്കലി കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇതും കൂടി പഠിക്കണം. ദെൻ നീലോഖേരി പ്രൊജക്ട്. നീലോഖേരി പ്രൊജക്ട് എന്ന് പറയുന്നത് SK ഡേ ആണ് കൊണ്ടുവരുന്നത്. SK ഡേ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ പാർട്ടീഷൻ കഴിഞ്ഞപ്പോ ഒരുപാട് റെഫ്യൂജീസ് ഉണ്ടായില്ലേ, അപ്പൊ അവൻ ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവരെന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം ഒരുപാട് ആൾക്കാര് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. അവരെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി അവിടെ താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മസ്ദൂർ മൻസിൽ എന്നാണ് ആ ഒരു ടൗൺഷിപ്പിന്റെ പേരായിരുന്നത്. അപ്പൊ അവിടെ നിന്നുള്ളവർക്ക് അവർക്ക് സെൽഫ് സഫിഷ്യൻസി നേടാൻ വേണ്ടിയിട്ട് കുറെ പരിപാടികൾ നടത്തുന്നു. അപ്പം എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പോളിടെക്നിക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഹൗസിങ്ങും മാർക്കറ്റിംഗ് ഫെസിലിറ്റീസും ഒക്കെ കൊടുക്കുന്നുണ്ട്. സ്കൂൾസും ഹോസ്പിറ്റൽസും എല്ലാം പണിത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് ഒരു ചതുപ്പ് നിലം പോലത്തെ ഒരു ഏരിയ ആയിരുന്നു. അതിനെ എന്താണ് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാക്കിയിട്ട് മാറ്റുന്നു. പിന്നെ പലതരത്തിലുള്ള ലൈവ്ലിഹുഡ് കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു കോളനി, ഒരു ടൗൺഷിപ്പ് ബിൽഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് എക്സ്പെരിമെന്റ്സ് ഒക്കെ പറയാനുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു എന്റെ തൊണ്ടയിലെ വെള്ളം നല്ലോണം വറ്റി, സംസാരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായി തുടങ്ങി. ബാക്കി ഞാൻ നാളെ പറഞ്ഞാൽ മതിയോ? നാളെ